ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ കരുവാട്, എൻ്റെ 4 അയിലക്കരുവാട് ഇരിപ്പുണ്ട്. കരുവാട് ഏതായാലും കുഴപ്പമില്ല, നെത്തോലി ആയാലും നന്തലായാലും ഏത് കരുവാടായാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ 4 കരുവാടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു കറി വെക്കാൻ പോവുകയാണേ. അപ്പം നമുക്ക് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അത് ഒന്ന് പൊട്ടട്ടെ. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. നമ്മളെ കടുകും മൊത്തം പൊട്ടി ഉലുവയും റെഡിയായി. ഇനി ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില, ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, ചെറുതായിട്ടൊന്ന് ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത്. ഇതിനകത്ത് ഒരു 20 കൊച്ചുള്ളി ഇല്ലേ, സാമ്പാറുള്ളി, അത് ഒന്ന് ചതച്ചത്, ചെറുതായിട്ടൊന്ന്. ഇതൊന്ന് നല്ല വഴന്ന് വരട്ടെ. ഈ ഉള്ളിയിലോട്ട് 2 പിരിയമുളക്, അല്ലെങ്കിൽ സാധാരണ മുളക്, 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കേ. ഇതിലോട്ട് ഒരു വലിയ 2 തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വേവണേ. നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് വെന്ത് വെച്ചിട്ട് തക്കാളി നല്ല വേവണം. നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വേവട്ടെ. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ തക്കാളി നോക്കാം വേണം. തക്കാളി വെന്ത് കഴിഞ്ഞു. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിന് മീൻ കുറവല്ലേ ഉള്ളൂ.
ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇല്ല, ഒരു 1.5 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തേ. പുളിയാണെങ്കിൽ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നല്ലതുപോലെ ഒന്ന് നല്ല ചൂടാക്കേ, നല്ലതൊന്ന് വഴന്നു വരട്ടെ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മസാല നോക്കേ. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് മീനിന് ഉപ്പുണ്ട്, അതനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന കരിവാടില്ലേ, അതിട്ട് കൊടുക്കേ. ഇങ്ങനെ കിടക്കട്ടെ. ഞാൻ തീ കുറയ്ക്കാൻ ഇടയ്ക്ക് ഞാൻ തീ കൂട്ടിയായിരുന്നേ, കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പ്. ഇത് തീരെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കരുവാട് കറി നോക്കാം. ഓക്കെ. എന്താ മണമെന്നറിയോ കരുവാടിൻ്റെ വരുന്നത്. നല്ല കറിയായതേ. ഓക്കെ. കരുവാടൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. മത്തിക്കരുവാടൊക്കെ ഇല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ. നല്ല കരുവാടേ, നല്ല കറിയായത്. ഇനി ഇതിനകത്ത് രണ്ട് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞ് ഇട്ടതേ. പിന്നെ 2-3 കറിവേപ്പില, 2 കിടക്കട്ടെ. ഇനി ഇന്ന് ഗ്യാസ് ഓഫാക്കേ. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കേ. നമ്മുടെ കറി നോക്കിയാലോ. 3 മിനിറ്റ് ആയല്ലേ. ഞാൻ താഴോട്ടൊന്ന് ഇത് വെക്കാം. ഓക്കെ. എന്താ കറി എന്നറിയാവോ, നല്ല ടേസ്റ്റായത് കഴിക്കാൻ. ഇത് മാത്രം മതി ചോറിന്. എനിക്ക് തിളക്കാൻ പോലും തോന്നുന്നില്ല. വായിന്നൊക്കെ വെള്ളം വരുന്നു. ഓക്കെ. ഇത്ര ടേസ്റ്റുള്ളൊരു കറിയാണ്. സൂപ്പർ കറിയാണ്. നെത്തോലിക്കൊക്കെ പറ്റും ഇത് കേട്ടോ. ഏത് മീനായാലും കുഴപ്പമില്ല. കരുവാട്, ഉണക്കമീനെ, ഏത് ഉണക്കമീനും പറ്റും. ഓക്കെ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.